ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളോട് തമ്മിലും കാരണമൊക്കെ കണ്ടിട്ടായിരിക്കും നമ്മളിന്ന് പറയാൻ പോകുന്നത് മൈജീനെ കുറിച്ചാണ്. അപ്പോൾ എനിക്ക് കുറേ പേര് ഇപ്പോൾ റീസെൻ്റ്ലി കുറേ കോൾസ് ത്രൂവും അതുപോലെ തന്നെ മെസ്സേജ് ത്രൂ ഒക്കെ കംപ്ലയിൻറ്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൈജീനെ കുറിച്ച്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, ഞാൻ ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്. മൈജി ആക്ച്വലി നമ്മുടെ ഓൺലൈനിൽ ഫ്ലിപ്കാർട്ട് ഉണ്ടല്ലോ, ഫ്രോഡ് കാർഡ് നമ്മൾ പറയാറുള്ള പോലത്തെ അതേപോലത്തെ ഓഫ്ലൈനിലത്തെ സാധനങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ മൈജി എന്ന് പറഞ്ഞാൽ ഇവർ പണ്ട് ഒരു കട തുടങ്ങിയ സമയത്ത് ഇവരുടെ പേര് മൈജി എന്നായിരുന്നില്ല, 3G വേൾഡ് എന്നായിരുന്നു. എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്. തൃശ്ശൂർ ഉണ്ടായിരുന്നു, കോഴിക്കോട് തുടങ്ങിയിട്ട് രണ്ടാമത്തെ ഷോറൂമാണ് തൃശ്ശൂരാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്, കുറുപ്പ റോട്ടിൽ. 3G വേൾഡ് എന്നായിരുന്നു പേര്. പിന്നെയാണ് അവരത് മൈജി എന്നാക്കി, അതായത് മൈ ജനറേഷൻ അങ്ങനെ എന്തോ പേര് മാറ്റിയിട്ടാണ് അവർ വലിയ ബ്രാൻഡാക്കി മാറ്റിയത്. അവരുടെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമായിരുന്നു അത്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ വലിയ താരങ്ങളെ വെച്ചിട്ടൊക്കെയാണ് മാർക്കറ്റിംഗ്. എത്ര അവരുടെ ബ്രാൻഡ് അംബാസഡറാണെന്നറിയോ, മെയിൻ ആൾക്കാരെല്ലാവരും പറഞ്ഞ് ബ്രാൻഡ് അംബാസഡർ വെച്ചിട്ട് ആൾക്കാരെ പിടിക്കുന്ന പരിപാടിയാണ് അവർ നോർമലി ചെയ്തത്. അത് പോട്ടെ. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ മെയിൻ പ്രോബ്ലം എന്താ വെച്ചാൽ മൈജിന്ന് ഫുൾ സ്കാമുകളാണ്. നമ്മുടെ ഫ്ലിപ്കാർട്ട് എങ്ങനെയാണോ സ്കാം നടത്തുന്നത് അതേ രീതിയിലാണ് ഇവരും സ്കാം നടത്തിയത്, ഇത്രയും വലുതായത്. ഇപ്പോൾ റീസെൻ്റ്ലി ആ ഉടമസ്ഥൻ്റെ വീടിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടായിരിക്കും. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് കൺസ്യൂമർ ഫോറത്തിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കേസ് ഇവരുടെ പേരിൽ പെൻഡിങ് ഉണ്ട്, ഇഷ്ടം പോലെ. അതായത് ഇപ്പോൾ എല്ലാ ഇതുപോലത്തെ വലിയ ബ്രാൻഡുകളുണ്ടല്ലോ, ഇപ്പോൾ ഓക്സിജൻ ഉണ്ട്, ഇതുപോലെ കുറേ സാധനങ്ങളുണ്ട്. എല്ലാവരും ഓൾമോസ്റ്റ് ഒക്കെ സെയിം പരിപാടി തന്നെ നടക്കുന്നത്. പക്ഷേ ഇത്രയും അധികം ഒരു ഫ്രോഡ് പരിപാടി കാണിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ആദ്യം വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ ഒരു ഡിഫറെൻറ്റ് എന്താ പറയുക, നിങ്ങൾ ഒരു സൂപ്പർ മാർക്കറ്റ് പോലെയാണല്ലോ ഇപ്പോൾ മൈജി ഫ്യൂച്ചർ എന്നൊക്കെ പറഞ്ഞപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ എന്താ പറയുക, എന്താ പറയുക പാല് ചക്കര എന്നൊക്കെ പറഞ്ഞ് പിന്നാലെ വിളിക്കും. അത് വാങ്ങിച്ച് കഴിഞ്ഞ ഉടനെ അവരുടെ സ്വഭാവം മാറും. നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾ അവിടെ സാധനം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇവർ കുറേ പ്രൊഡക്റ്റ് ഇതുപോലെ ഫ്ലിപ്കാർട്ട് ചെയ്യുന്ന പോലെ തന്നെ റിട്ടേൺഡ് പ്രൊഡക്റ്റ്, അതുപോലെ ഡാമേജ്ഡ് പ്രൊഡക്റ്റ്, റീഫർബിഷ്ഡ് പ്രൊഡക്റ്റ് ഒക്കെ അവരുടെ ഇടയിൽ കൊടുക്കുന്നുണ്ട് ഇഷ്ടം പോലെ. അതായത് അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് കംപ്ലൈൻറ്റ് കിട്ടാത്ത പ്രൊഡക്ട്സുകളില്ല. ഫ്രിഡ്ജ്, റെഫ്രിജറേറ്റർ, TV, ഫോണ്, ടാബ്ലറ്റ്, ലാപ്ടോപ്പ്, ഇഷ്ടം പോലെ. നിങ്ങൾ യൂട്യൂബിലൊക്കെ ഏത് സോഷ്യൽ മീഡിയ തപ്പിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് അറിയാം ഇഷ്ടം പോലെ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത് മാത്രമല്ല, ഇഷ്ടം പോലെ കേസുകൾ ഇവർക്കെതിരെ എന്താ പറയുക കോടതി വിധി വന്നിട്ടുണ്ട്, കോമ്പൻസേഷൻ കൊടുക്കാനും സംഭവിക്കിയിട്ട്. അത് ഇനിയും എന്താ വെച്ചാൽ ഇവിടുത്തെ നിങ്ങൾക്ക് അറിയാമല്ലോ, കൺസ്യൂമർ കോർട്ടിൽ ഒരു 10 പേര്, 10 അല്ല ഒരു 100 പേർക്ക് ഇതുപോലെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആകെ 1-2 പേര് മാത്രമാണ് കൺസ്യൂമർ കോർട്ടിൽ പോകുന്നത്. അപ്പോൾ അവർക്കെതിരെ അത് വിധി വന്നാലും അവർക്ക് പ്രശ്നമില്ല. ഇവർ നോർമലി ചെയ്യുന്ന പരിപാടി എന്താ വെച്ചാൽ ഇവർക്ക് ഇതുപോലെ കേസ് വന്നാൽ തന്നെ ഇവർ അറ്റൻഡ് ചെയ്യാറില്ല. എന്നുവെച്ചാൽ ഇവരുടെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ് അത്. 100 പേരിൽ 2 പേർക്കല്ലേ പറഞ്ഞല്ലോ, 2 പേർക്ക് വന്നാൽ ചിലപ്പോൾ അതിനൊരു കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും. പക്ഷേ ബാക്കി 98 പേരിൽ നമുക്ക് ലാഭം കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവർക്ക് കൊടുക്കുന്നത് വലിയ നഷ്ടമൊന്നുമില്ല. അതാണ് ഇവരുടെ തന്ത്രം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇതുപോലെ പ്രൊഡക്ട്സുകൾ വാങ്ങിക്കുന്നത് അത് മൈജിനല്ല, ഓഫ്ലൈൻ അല്ല, ഓൺലൈൻ അല്ല, എവിടെ നിന്ന് വാങ്ങിക്കുന്നുണ്ടെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ കൺസ്യൂമർ കോർട്ടിനെ എന്താ പറയുക, കൺസ്യൂമർ കോർട്ടിൽ പോകാണ്ടിരിക്കാനുള്ള വഴി നോക്കുക. എന്ന് വെച്ചാൽ അങ്ങനെയല്ല, കൺസ്യൂമർ കോർട്ടിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇഷ്യൂ സോൾവ് ആവുന്നില്ലെങ്കിൽ എന്തായാലും കൺസ്യൂമർ കോർട്ടിൽ ഫയൽ ചെയ്യാം. എന്ന് വെച്ചാൽ ഇതിന് ഇപ്പം നമ്മുടെ ഇന്ത്യയിലത്തെ ഒരു മെയിൻ പ്രോബ്ലമാണ്, എന്ത് കേസിന് പോയി കഴിഞ്ഞാലും ഭയങ്കര ലാഗാണല്ലോ, പിന്നാലെ നടക്കണം. പക്ഷേ അത് നോക്കിയിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഈ മൈജിൻ്റെ എതിരെ തന്നെ ഇപ്പോൾ കേസ് കൊടുത്ത ആൾക്കാരിൽ ഒരു 99% ആൾക്കാർക്കും അവർക്ക് ഫേവറായിട്ടാണ് വിധി വന്നിരിക്കുന്നത്. അതായത് കോമ്പൻസേഷൻ അടക്കം എല്ലാം അവർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിൽ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ഒരു 2% ആൾക്കാർ പോലും ഇതുപോലെ പോകുന്നില്ല. അപ്പോൾ അതാണ് മെയിൻ ഇഷ്യൂ. ഇത് ഇപ്പോൾ റീസെൻ്റ്ലി നിങ്ങളിപ്പോൾ ഇവരുടെ ഒരു സ്ഥിരം ഉടായ്പ പരിപാടിയാണ് ഫേക്ക് ആഡുകൾ കൊടുക്കുക. മാതൃഭൂമി, മനോരമയും ഒക്കെ ഒന്നര ആൾക്കാരാണ്. നിങ്ങൾക്ക് ഇവരുടെ പരസ്യം അവരുടെ TV-ലൊന്നും വരില്ല, അത് വേറെ കാര്യം. ഇഷ്ടം പോലെ വിതരണം ചെയ്യുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ഇപ്പോൾ റീസെൻ്റ്ലി തന്നെ ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒരു വയസ്സായ ഒരാൾ, 60 വയസ്സ് ഒരാളാണെന്നുണ്ട്, നമ്മുടെ മനോരമയിലോ മാതൃഭൂമിയിലോ ഉണ്ട് പരസ്യത്തിൽ. ഫ്രണ്ട് പേജിലൊക്കെയാണ് പരസ്യം വരിക, ഫുൾ പേജായിട്ട്. അതിൽ പരസ്യം കണ്ടിട്ട് ഒരു എന്താ പറയുക പോട്ട് വാങ്ങിയാൻ പറ്റും, ബിരിയാണി പോട്ട്. അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു 63% ഓഫൊക്കെ ആയിരുന്നു. അതായത് 3500 രൂപയോ സംതിങ് ആയിട്ട്. അത് നമുക്ക് 1200 രൂപയ്ക്ക് കിട്ടുന്നതിനാണ് ഓഫർ വന്നിട്ടുണ്ടായിരുന്നത്. കടയിൽ പോയി സാധനം വാങ്ങിച്ചു, 1200 തന്നെ ആയുള്ളൂ. വീട്ടിലെത്തി ബില്ല് പരിശോധിക്കുമ്പോഴാണ് കാണുന്നത് അതിന് ശരിക്കുള്ള വില 1800 ഉള്ളൂ. എന്നിട്ടാണ് 1200. നിങ്ങൾ ഓൺലൈൻ വാങ്ങിച്ചാലും ഈ സെയിം പ്രൈസിൽ കിട്ടും. അപ്പോൾ അവിടെ 63% ഡിസ്കൗണ്ട് ഇല്ല. അപ്പോൾ ഒരു ഉടായ്പാണ് നടത്തുന്നത്, ഫേക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഫേക്ക് അഡ്വർടൈസ്മെന്റ് എന്നൊക്കെ പറയില്ലേ, ആ പരിപാടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഈ ഓൺലൈൻ ഇപ്പം ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മുടെ ഇപ്പോൾ ഒരു നോർമൽ ഒരു അത്യാവശ്യം ജനറേഷൻ, ഇപ്പോൾ വയസ്സായുള്ള ആൾക്കാർ പോട്ടെ, അല്ലാത്ത ആൾക്കാരിലും ഉണ്ട് കേട്ടോ. ഓഫ്ലൈനിൽ സാധനങ്ങൾ മാത്രം വാങ്ങിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. എന്നുവെച്ചാൽ അവർക്ക് ഇതിനെക്കുറിച്ച് വലിയ പിടിയൊന്നും ഉണ്ടാവില്ല. മിക്ക ആൾക്കാരും നമ്മളിപ്പോൾ ഓഫ്ലൈൻ നോക്കി കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഓൺലൈൻ പ്രൈസ് നോക്കും, ഡ്രസ്സ് അടക്കം. അപ്പം അങ്ങനത്തെ ഉള്ളവർ രക്ഷപ്പെടും. അതല്ലാത്തവരുടെ കാര്യം ഞാൻ പറയണത്, ഇതുപോലെ ഉടായ്പിലൊക്കെ ചെന്ന് പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിൽ മെയിനായിട്ട് ആൾക്കാർ പെടുന്നത് ഓഫ്ലൈനിൽ നിന്ന് വാങ്ങിക്കുന്ന ആൾക്കാരാണ്. അതായത് പ്രത്യേകിച്ച് അത്യാവശ്യം വയസ്സായ ആൾക്കാർ, പഴയ ജനറേഷനുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും ഇതിൽ പെടുന്നുണ്ടാവുക. അതായത് ഒരു 50+ഓ 60+ ഒക്കെ ആൾക്കാരൊക്കെ ആയിരിക്കും ഈ ആഡ് കണ്ടിട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുന്നുണ്ടാവുക. എന്നാലും തന്നെ ഒരു ഇഷ്ടം പോലെ ഒരു ഹ്യൂജ് നമ്പർ ഓഫ് പീപ്പിൾസ് ആയി അത്.
അത് തന്നെയാണല്ലോ അവർ ലാഭം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മൈജിനെ കുറിച്ച് മെയിനായിട്ട് ഞാൻ ഇത് മൈജിനെ കുറിച്ച് മാത്രമല്ല എന്ന് വെച്ചാൽ ഇങ്ങനെ ഈ ഓഫ്ലൈൻ റീറ്റെയിലറിൽ നടക്കുന്ന ഇഷ്ടംപോലെ ഉടായ്പ പരിപാടി നടക്കുന്നുണ്ട് ഇവിടെ. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ ഉടായ്പ ചെയ്യുന്നത്, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഫ്ലിപ്കാർട്ടിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ ഫ്ലിപ്കാർട്ട് മാത്രമല്ല, ബാക്കി ഇപ്പോൾ ആമസോൺ അതിൽ ഇപ്പോൾ കുറേ ഉടായ്പൊക്കെ നടക്കുന്നുണ്ട്. അത് വേറെ കാര്യം. ഇപ്പോൾ ഓരോ കസ്റ്റമർ കെയർ സപ്പോർട്ടൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു. ഇപ്പോൾ AI ഒക്കെയാണ് മെയിൻലി വരുന്നത്. അപ്പോൾ മുമ്പ് നമുക്ക് ഈസി ആയിട്ട് തന്നെ ഒരു കസ്റ്റമർ കെയറായിട്ട് ചാറ്റിങ് പരിപാടിയൊക്കെ ചെയ്യുന്നു. ഇപ്പോൾ അത്ര ഈസി ഒന്നല്ല ചാറ്റ് ചെയ്യാൻ. അപ്പോൾ അത് നടക്കുന്നുണ്ട്. പക്ഷെ അതിൽ രാജാവ് എന്നൊക്കെ പറയില്ലേ, ഫ്രോഡ് കാർഡിന് അങ്ങനെയുള്ളൂ. ഞാൻ പേരല്ല, ഇഷ്ടംപോലെ ആൾക്കാർ നിങ്ങൾ എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ തപ്പി കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്ലിപ്കാർട്ടിനുള്ള പേര് ഫ്രോഡ് കാർഡ് എന്നാണ്. അതുപോലെയാണ് ഇതിൽ നമ്മുടെ ഓഫ്ലൈൻ സ്റ്റോറിൽ അല്ലെങ്കിൽ ഓഫ്ലൈൻ റീറ്റെയിലറിൽ ഇവരുടെ പേര്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മളിപ്പോൾ ഇത് ഞാനൊരു ഫാദിലിടുന്ന വീഡിയോ എന്നല്ല, ഇഷ്ടംപോലെ ആൾക്കാർ വീഡിയോ ഇടുന്നുണ്ട് മൈജിനെ കുറിച്ച് ഇഷ്ടം പോലെ കംപ്ലൈൻറ്റ്സ് കൺസ്യൂമർ കോഡിൽ തന്നെ ഇപ്പോൾ പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഓൺലൈനിൽ നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോമിലെടുത്ത് സോഷ്യൽ മീഡിയ, റെഡിറ്റ് ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, ട്വിറ്റർ ആയിക്കോട്ടെ, എവിടെ എടുത്ത് നോക്കി കഴിഞ്ഞാലും ഇഷ്ടം പോലെ കംപ്ലൈൻറ്റ്സ് കാണാം. ഇപ്പോൾ ലാപ്ടോപ്പ് വാങ്ങിച്ചിട്ട്, ഫ്രിഡ്ജ് വാങ്ങിച്ചിട്ട്, റെഫ്രിജറേറ്റർ വാങ്ങിച്ചിട്ട്, ഇനി എന്താ ഉള്ളത്, എല്ലാ ഹോം അപ്ലയൻസും വളരെ കംപ്ലൈൻറ്റ് ഉണ്ട്. ലാപ്ടോപ്പ് ഉണ്ട്, TV ഉണ്ട്, എല്ലാം ഉണ്ട്. അതാണ് വെറൈറ്റി. ഇപ്പോൾ നിങ്ങൾ ഒരെണ്ണൊക്കെ ആണെങ്കിൽ പിന്നെ പോട്ടം വയ്ക്കാം. ഇത് ഇവരുടെ ഒരു സ്ഥിരം പരിപാടിയാണ്. വിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിഞ്ഞു നോക്കണ പരിപാടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇപ്പോൾ ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ, നിങ്ങളൊരു സാധനം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ വാങ്ങിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ഉത്തരവാദിത്തം നമ്മൾ പണ്ടത്തെ പോലെയല്ല. പണ്ട് അങ്ങനെ ഇല്ലായിരുന്നു. പണ്ട് നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഓഫ്ലൈൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാറണ്ടിക്കൊക്കെ അവരെ വിളിച്ചാൽ മതി, അവർ ശരിയാക്കി തരും. ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല. ആ ബില്ലിലെല്ലാം ആൾക്കുണ്ടാവും വാറണ്ടിക്ക് കസ്റ്റമർ കെയറിനെ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ട്. അവരായിട്ട് ഇപ്പോൾ ഇന്നൊരു ഉത്തരവാദിത്വം ഇല്ല. നമ്മൾ ഓൺലൈൻ വാങ്ങിക്കുന്നു ഓഫ്ലൈൻ വാങ്ങിക്കുന്നു ഒരു സെയിം പരിപാടിയാണ്. ഇപ്പോൾ കുറേ പേർക്ക് ഈ ഓൺലൈൻ വിശ്വാസമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഓഫ്ലൈൻ പോകണം വാങ്ങിക്കുന്നവരുണ്ട്. ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ. അപ്പോൾ ഓൺലൈൻ വാങ്ങിക്കുന്നു ഓഫ്ലൈൻ വാങ്ങിക്കുന്നു ഒരു വ്യത്യാസവും ഇല്ല. നിങ്ങൾക്ക് എവിടെ നിന്നാണോ പ്രൈസ് കുറഞ്ഞ് ഒറിജിനൽ ഫ്രഷ് സാധനം കിട്ടുന്നത്, പ്രത്യേകിച്ച് ഈ മൈജിക്കാരുടെ സ്ഥിരം പരിപാടിയാണ്. ഇപ്പോൾ ഈ ഫ്രിഡ്ജ് റെഫ്രിജറേറ്റർ ഒക്കെ വാങ്ങിക്കുമ്പോൾ നോർമലി നമ്മൾ വാങ്ങിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ സാധനം കിട്ടില്ല. 2-3 ദിവസം കഴിഞ്ഞാൽ, ചിലപ്പോൾ ഒരു ദിവസം കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞാൽ ഡെലിവറി ഉള്ളൂ. അപ്പോൾ അതിൽ തന്നെ ഉമ്മാരെ കുറേ ടൈപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഡെലിവറി ചെയ്യുമ്പോൾ ചിലപ്പോൾ ഡിഫക്റ്റ് ആയിട്ട് പീസ് വരുന്നുണ്ട്, ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ വരുന്ന പോലെ. അപ്പോൾ നിങ്ങൾ ഓഫ്ലൈൻ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ കിട്ടുന്ന സാധനം, അതിലും ഇഷ്ടം പോലെ കംപ്ലയിൻറ്റ്സ് വരുന്നുണ്ട്. ലാപ്ടോപ്പിന് എത്ര കംപ്ലയിൻറ്റ്സ് എന്ന് പറയും ഇവരുടെ പേരിൽ കിടക്കുന്നത്. ഒരാഴ്ച കഴിയുമ്പോഴേക്കും ലാപ്ടോപ്പ് കംപ്ലയിൻറ്റ് വരിക. കംപ്ലയിൻറ്റ് വന്നാൽ പിന്നെ അവർ അതിങ്ങനെ ഫ്ലിപ്കാർട്ട് ഇങ്ങനെ ചെയ്ത് നമ്മുടെ റീപ്ലേസ്മെൻറ്റ് നീട്ടി കൊണ്ടുപോയില്ലേ, അതേ പരിപാടി ഇവന്മാരും ചെയ്യുന്നുണ്ട്. റീപ്ലേസ്മെൻറ്റ് ഒന്നാമത് അവർ റീപ്ലേസ്മെൻറ്റ് കൊടുക്കുന്നില്ല, ഇങ്ങനെ വെറുതെ ചുമ്മാ പറഞ്ഞു വരും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഫോൺ എടുക്കാണ്ടാവും. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പൊരിഞ്ഞ കംപ്ലയിൻറ്റ്സ് പറഞ്ഞാൽ ടൈപ്പിൻ്റെ ആശാന്മാരെന്നൊക്കെ പറയില്ല ഓഫ്ലൈനിൽ. ശരിക്കും ഫ്ലിപ്കാർട്ടിൻ്റെ ഒത്ത എതിരാളികൾ എന്ന് വേണമെങ്കിൽ പറയാം. ഫ്ലിപ്കാർട്ടും ഇപ്പോൾ ഭയങ്കരമായിട്ട് വലുതായി, അതുപോലെ തന്നെ മൈജി ഇപ്പോൾ ഭയങ്കരമായിട്ട് വലുതായി. അപ്പോൾ ഇങ്ങനത്തെ ഉടായ്പകളൊന്നും പോയി പെടാണ്ടിരിക്കുക. വാങ്ങിക്കുമ്പോൾ ഞാൻ ആക്ച്വലി ഒരു 90% സാധനങ്ങളും ഓൺലൈനാണ് വാങ്ങിക്കാറ്. ഫ്ലിപ്കാർട്ട് ഭയങ്കര റയറാണ്. ഇപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ ഫ്ലിപ്കാർട്ട് വാങ്ങിക്കാറെന്ന് വെച്ചാൽ അതിലാണ് ഓഫർ കൂടുതൽ, സാധനങ്ങളും കൂടുതൽ. അപ്പോൾ ഡ്രസ്സൊക്കെ ആകുമ്പോൾ നമുക്ക് ഫാഷൻ ഐറ്റംസ് ഒക്കെ ആകുമ്പോൾ നമുക്ക് റിട്ടേണബിൾ ഐറ്റംസ് ആണ് അതൊക്കെ. അല്ലാത്ത മിക്ക ഇലക്ട്രോണിക്സ് സാധനങ്ങളും ഞാൻ ആമസോൺ ത്രൂ വാങ്ങിക്കാറ്. ഇപ്പോൾ ആമസോൺ കുറച്ച് ഷോകം തന്നെയാണ്. അതിൻ്റെ ഓൾറെഡി വീഡിയോ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആമസോണിനെ പ്രൊമോട്ട് ചെയ്ത് പറയല്ല. അപ്പോൾ ഞാൻ നോർമലി നമുക്ക് എവിടെ നിന്നാണോ നല്ല പ്രൊഡക്ട്സ് വില കുറഞ്ഞ് ഫ്രഷ് സാധനം കിട്ടുന്നത്, എത്രയും പെട്ടെന്ന് കിട്ടുന്നത്, അവിടെ നിന്നാണ് ഞാൻ വാങ്ങിക്കാറ്. ഇപ്പോൾ നിങ്ങൾക്ക് അത്രയും ഓഫ്ലൈനിൽ മാത്രമേ വിശ്വാസമുള്ളൂ വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഒഫീഷ്യൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കാം. ഇപ്പോൾ ലാപ്ടോപ്പൊക്കെ ആണെങ്കിൽ അസൂസിൻ്റെ ഷോറൂം ഇഷ്ടം പോലെ, മിക്ക എല്ലാ സ്ഥലത്തും അസൂസിൻ്റെ ഷോറൂം ഉണ്ട്, ലിനോവയുടെ ഉണ്ട്. അങ്ങനത്തെ സ്ഥലത്ത് നിന്ന് വാങ്ങിക്കാം. ഇങ്ങനത്തെ ടൈപ്പ് സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് പകരം അപ്പോൾ അങ്ങനത്തെ സാധനം സെലക്ട് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇത് കുറേ പേര് നമുക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇതിൽ നമുക്ക് ചെയ്യാനുള്ളത് ലീഗലി മൂവ് ചെയ്യുക എന്നുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ കേട്ടോ. എല്ലാവരും ലീഗലി മൂവ് ചെയ്യണമെന്നാണ് നമ്മുടെ ഒരു എന്താ പറയുക ഒരു അപേക്ഷ. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ അത് ആരും ചെയ്യുന്നില്ല. അതാണ് ഇങ്ങനത്തെ ഈ കുത്തകകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഉഡായിപ്പിൻ്റെ ആശാന്മാർ ഇങ്ങനെ കുത്തകളായിട്ട് വലുതുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലീഗലി മൂവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു അഭിപ്രായം. പറയുമ്പോൾ അതിന് വക്കീൽ ഫീസ് വരും, ടൈം കുറച്ച് കയ്യിൽ നിന്ന് പോകും. എന്ന് വെച്ചാൽ ഇവിടെ എത്രയും പെട്ടെന്നൊന്നും വിധി വരില്ല. 1 കൊല്ലം 2 കൊല്ലമൊക്കെ ചിലപ്പോൾ പോയിന്നിരിക്കും. അപ്പം അങ്ങനെ കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ എന്താ പറയുക ക്ഷമിക്കേണ്ടത് തന്നെ വരും. പക്ഷേ ഒടുവിൽ എന്തായാലും നിങ്ങൾ റിയൽ ആണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇപ്പോൾ ഇഷ്ടം പോലെ വിധി വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഫേവറായിട്ട്, അതായത് കസ്റ്റമറിൻ്റെ ഫേവറായിട്ട് ഇഷ്ടം പോലെ കൺസ്യൂമർ കോർട്ടിൽ നിന്ന് വിധി വരുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ല മൂവായിട്ട് എനിക്ക് തോന്നി. പറയുമ്പോൾ കുറച്ച് നടക്കേണ്ട ഒരു ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ. പക്ഷേ എല്ലാവരും ചെയ്യുക. അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ ഏത് കമ്പനി ആയിക്കോട്ടെ എത്ര വലിയ കമ്പനി ആയിക്കോട്ടെ ചെയ്യുക. എന്നാലും അവിടെ നന്നാവുള്ളൂ, അല്ലാണ്ട് ശരിയാവില്ല. ഇത് ഏറ്റവും പ്രശ്നമുള്ളത് ഇവിടെ ഇന്ത്യയിലാണ്. എന്ന് വെച്ചാൽ അവിടെ കൺസ്യൂമർ ലോ ഒക്കെ ഭയങ്കര ഷോക്കാണ്. നമ്മുടെ ഇവരുടെ സ്ഥിരം ഒരു ടാഗ്ലൈൻ ഉണ്ട്, നമുക്കൊരു സിനിമ ഇറങ്ങി തന്നു എന്നാൽ പോയി കേസ് കൊടു. അതാണ് ഇവന്മാരുടെ ഒരു മൈൻഡ് സെറ്റ്. പണ്ട് ഇങ്ങനെ ആയിരുന്നില്ലേ, ഒരു വലുതാവാൻ കാരണം ഇവരുടെ ഒരു കസ്റ്റമർ കെയർ സപ്പോർട്ടും ഈ 3G വേൾഡ് എന്നൊക്കെയുള്ള സമയം ഉണ്ടല്ലോ. എനിക്ക് ഓർമ്മയാണ്, ഞാൻ പണ്ട് ഇവിടെ നിന്ന് ഒരു മൊബൈൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു 3G വേൾഡിൽ നിന്ന്. ആ സമയത്തൊക്കെ ഇവരുടെ കസ്റ്റമർ കെയർ സപ്പോർട്ട് നമുക്ക് സൂപ്പറായിരുന്നു. അതുകൊണ്ടാണ് അവരിങ്ങനെ വലുതായത്. പക്ഷേ ഇപ്പോൾ ഇവരുടെ സ്റ്റാഫിനെയും പറഞ്ഞിട്ട് കാര്യമില്ല. എന്ന് വെച്ചാൽ അമ്മാര് ടാർഗറ്റും സംഭവിക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് റീപ്ലേസ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ നിന്ന് കട്ടാവും.
അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് ഇടയിൽ കൂടെ. അപ്പോൾ സ്റ്റാഫിനെ ഫുള്ളി നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, ഇതിൻ്റെ മാനേജ്മെൻറ്റിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഉഡായിപ്പിൻ്റെ ആശാന്മാരെ സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കുക എന്ന് വെച്ചാൽ കേരളത്തിലത്തെ മെയിൻ പരിപാടിയാണ്. ഇപ്പോൾ കുറേ ഇൻഫ്ലുവൻസേഴ്സും ഉണ്ട്, കണ്ടന്റ് ക്രിയേറ്റേഴ്സും ഉണ്ട്, മറയുന്ന ഒടുക്കത്തെ പ്രൊമോഷനാണ് മൈജീൻ്റെ. എവിടെ നോക്കി കഴിഞ്ഞാൽ ഞാൻ മുമ്പും പറഞ്ഞു പോളിസി ബസാറിൻ്റെ പ്രൊമോഷൻ്റെ പൂരായിരിക്കും. ഇങ്ങനെ ഒടുക്കത്തെ പ്രൊമോഷൻ ചെയ്യുന്ന ആൾക്കാരെ സൂക്ഷിക്കുക, അവന്മാർ ഉഡായിപ്പായിരിക്കും. അല്ലാണ്ട് ഇങ്ങനെ പ്രൊമോഷൻ ചെയ്യില്ല ഒരു ബ്രാൻഡുകളും. നിങ്ങൾ വലിയ വലിയ ബ്രാൻഡുകളൊക്കെ എടുത്ത് നോക്കിയാൽ അവന്മാർ ഇങ്ങനെയൊന്നും പ്രൊമോട്ട് ചെയ്യില്ല. ഇപ്പം പോളിസി ബസാറും മൈജീൻ്റെ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ സൂക്ഷിച്ച് സാധനങ്ങൾ വാങ്ങിക്കുക. കൺസ്യൂമറിൻ്റെ എന്താ പറയുക, അതുപോലെ തന്നെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ കൺസ്യൂമറിൻ്റെ ലോ അറിഞ്ഞിരിക്കുക, അതുപോലെ തന്നെ കൺസ്യൂമർ കോർട്ടിൽ പോവുക, കേസ് ഫയൽ ചെയ്യുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സംഭവം കേട്ടോ. പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് പുലിവാല അതിന് പിന്നാലെ നടക്കേണ്ടി വരും, അങ്ങനെ കുറച്ച് കുഴപ്പങ്ങൾ വരും, പക്ഷേ ചെയ്യുക, അതാണ് നമുക്ക് വേണ്ടത്. അതല്ലാണ്ട് ഇത് നേരെ ആവില്ല. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ 100 പേരിലെടുത്ത് കഴിഞ്ഞാൽ 2 പേരൊക്കെ 3 പേരൊക്കെയാണ് ഇപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ കേസിന് പോകുന്നത്. അതായത് 3% ആൾക്കാർ മാത്രമേ പോകുന്നുള്ളൂ. അപ്പോൾ കമ്പനിക്ക് അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കേണ്ട വന്നാലും ഒരു കുഴപ്പമില്ല, പിന്നെ എങ്ങനെ അവർ നന്നാവും, അതാണ് പ്രോബ്ലം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഷെയർ ചെയ്യുമെന്ന് തോന്നി. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും ഇഷ്യൂസ് ഓൺലൈൻ ഓഫ്ലൈൻ വാങ്ങിച്ചാൽ മൈജി മാത്രമല്ല എവിടെ നിന്നെങ്കിലും വാങ്ങിച്ചിട്ട് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം. ഞാൻ കുറച്ച് ഫാസ്റ്റായി പോയിക്കുക. എനിക്ക് എൻ്റെ നോർമൽ സ്പീഡ് ആണ് കേട്ടോ, അല്ലാണ്ട് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് സ്പീഡായിട്ട് പറയുന്നതല്ല. എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ പല സ്ഥലത്ത് ഇങ്ങനെ കുട്ടിക്കാലം തൊട്ടേ പോയിട്ടുണ്ട്. എന്താ വെച്ചാൽ എൻ്റെ അച്ഛനും അമ്മയൊക്കെ ബാങ്കറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ട്രാൻസ്ഫറിൻ്റെ പരിപാടി ഉള്ളതുകൊണ്ട് പല സ്ഥലത്ത് പോയിട്ട് എല്ലാത്തിൻ്റെയും ഒരു സ്ലാങ് മിക്സ് ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പീഡ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്കിത് ഓർമ്മ വരുമ്പോഴാണ് ചിലപ്പോൾ ഞാൻ സ്പീഡ് കുറയ്ക്കുന്നത്, പിന്നെ അതിന് ഓട്ടോമാറ്റിക്കലി തന്നെ കൂടും. അതാണ് പ്രോബ്ലം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക് ഫിനാൻസ് എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. എന്തെങ്കിലും സംശയങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ്. നമ്മളിപ്പോൾ കുറച്ച് ലിമിറ്റ് ചെയ്തിട്ടുണ്ട് യൂട്യൂബ്, എന്ന് വെച്ചാൽ യൂട്യൂബ് നമ്മുടെ മെയിൻ പരിപാടിയൊന്നുമല്ല. അപ്പോൾ നമ്മൾ കുറച്ച് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ യൂട്യൂബിൽ കമൻറ്റ്സിന് മിക്കതും റിപ്ലൈ കൊടുക്കാറുണ്ട്, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കുറവാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വൈൻഡപ്പ് ചെയ്യാം. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ കൊടുക്കുന്നതാണ്, പക്ഷേ ചെറിയ ലാഗ് ഉണ്ടായിരിക്കും. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട, പേജ് ഫോളോ അടിക്കാനും മറക്കണ്ട കേട്ടോ. അടുത്ത വീഡിയോ കാണാം.